നമുക്ക് പാലായിലേക്ക് പോകാം. അവിടെ തൊടുപുഴ ബൈപ്പാസിന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. താമസക്കാരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലാണ്. ഇപ്പോൾ നമ്മൾ അവിടെ ആകാശ ദൃശ്യങ്ങൾ കാണുകയാണ്. പാലായിൽ നിന്നുള്ള തത്സമയ ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. റാംഷാ CP ചേരുന്നുണ്ട്. റാംഷാ, രാവിലെ തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു. ഒരു പ്രളയ സമാന സാഹചര്യം എന്ന് തന്നെ പറയണം. പാലയ്ക്ക് ഇത്രയധികം വെള്ളക്കെട്ട് അടുത്തെങ്ങും ഉണ്ടായിട്ടുമില്ല അവിടങ്ങളിലൊക്കെ. എന്താണ് നിലവിലെ സാഹചര്യം? വെള്ളം ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ അതോ ജലനിരപ്പ് ഉയരുകയാണോ മീനച്ചിലാറ്റ്? വിനീത, പാലാ നഗരത്തിൽ ഇപ്പോഴും ജലനിരപ്പ് ഉയരുകയാണ് എന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാ മൂവാറ്റുപുഴ ബൈപ്പാസിലാണ്. ഇതിന് സമീപത്തായുള്ള വീടുകളിലെല്ലാം വെള്ളം കയറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴുള്ള ഒരു സാഹചര്യം. ഈ ബൈപ്പാസ് അല്പം ഉയർത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ സൈഡിലുള്ള വീടുകൾ അത് കുറച്ച് ഒരു താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്നത് പോലെയാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. അവിടെയെല്ലാം പൂർണ്ണമായും വെള്ളം കയറിയ അവസ്ഥയിലാണ്. ആദ്യ നില, അതായത് ഈ വീടുകളുടെ എല്ലാം താഴത്തെ നില പകുതിയോളം വെള്ളത്തിനടിയിലായ നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവും. ഈ വലിയ വീടിൻ്റെ മതിലുകളിലൊക്കെ ചെറിയ ഭാഗം മാത്രമേ ഇപ്പോൾ പുറത്തേക്ക് കാണുന്നുള്ളൂ. അത്ര കണ്ട് ഈ വെള്ളം ഇവിടെ കയറി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. വെള്ളം കയറി നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് വെള്ളം ഒഴുകി ഈ വീടിൻ്റെയൊക്കെ കോമ്പൗണ്ടിലേക്ക് കടന്നു വരുന്നു എന്നതുകൂടിയാണ്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടന്ന് പുറകുവശത്ത് കൂടി ഈ വീടിൻ്റെയൊക്കെ പുറകുവശത്ത് ഒരു ഒഴുകുന്നുണ്ട്. അതിലേക്ക് വെള്ളം പോവുകയാണ്. ആ നിലയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു സാഹചര്യം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാം. ഈ വീട്ടിലൊക്കെ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ താഴത്തെ നിലയിലെ പകുതി വശത്തോളം ഇപ്പോൾ വെള്ളത്തിനടിയിലാണ് എന്ന് മാത്രമല്ല ഈ വീട്ടുകാർക്ക് അവർക്ക് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനുള്ള ഒരു സമയം പോലും ലഭിച്ചില്ല എന്നതുകൂടിയാണ്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ആ വീടിൻ്റെ സിറ്റ് ഔട്ടിലൊക്കെ ഒരു ചെയർ എടുത്തു വെച്ചിരിക്കുന്നു. അത്തരത്തിൽ അത് സുരക്ഷിതമായി ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള ഒരു സമയം പോലും അവർക്ക് ലഭിച്ചില്ല. അതിനു മുന്നേ തന്നെ ഇവിടെ വലിയ നിലയിൽ വെള്ളം കയറി വന്നു എന്നതാണ് നമുക്ക് രാവിലെ മുതൽ ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് വെള്ളം എത്തുന്നതോടുകൂടി ഇവർക്ക് ആവശ്യമായ നിലയിലുള്ള മുൻകരുതലുകൾ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ പുറകിലുള്ള വീടുകളിലും എല്ലാം തന്നെ ഇതേ സമാനമായ സാഹചര്യമാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം. ഇവിടെ ഒരു വലിയ കൃഷിത്തോട്ടമുണ്ട്. വാഴക്കൃഷി നടത്തുന്ന ഒരു തോട്ടമാണ്. ആ വാഴക്കൃഷിയൊക്കെ പൂർണ്ണമായും എന്ന് തന്നെ പറയാൻ പറ്റുന്ന വിധത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണ്. അതിനപ്പുറത്ത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്ന ആ വാഴ കൃഷിയുടെയും അതോടൊപ്പം അതിനപ്പുറത്ത് ചെറിയ മരങ്ങൾ കാണാം. അതിനിടയിൽ കൂടിയാണ് ഒരു ഒഴുകുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പോലും പറ്റില്ല. ഞാൻ തന്നെ ഇവിടെ എത്തിയ സമയത്ത് ഒരു വഴിയിലൂടെ പോകുന്ന ഒരു ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് അതുവഴി ഒരു ഒഴുകുന്നുണ്ട് എന്ന് മനസ്സിലായത്. അതുവഴിയാണ് ഒഴുകുന്നത് എന്ന് മനസ്സിലായത്. ഇത് ഏതാണ്, കൃഷിത്തോട്ടം ഏതാണ്, വീടിൻ്റെ കോമ്പൗണ്ട് ഏതാണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലേക്ക് ഇവിടെ വെള്ളം കയറിയിരിക്കുന്നു. ഇവിടെ ഈ വീടുകളിലെല്ലാം ആളുകൾ കൂടി താമസിക്കുന്നുണ്ട്. ചില വീടുകളിലൊക്കെ മുകളിൽ ആളുകളുണ്ട് എന്നതുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ കാണുന്ന വീടിന് മുകളിലൊക്കെ ആളുകൾ, രണ്ടാം നിലയിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇവർ ഇങ്ങനെ ചെറിയ വെള്ളം കയറി വരാറുണ്ട്. പിന്നീട് അത് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ആ നിലയിൽ വെള്ളം ഇറങ്ങിപ്പോകും എന്ന് തന്നെയാണ് ഇവർ കരുതിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വെള്ളം വളരെ പെട്ടെന്ന് കയറി വരുന്നു. ആ സാഹചര്യം മാറുന്നു. അവർക്ക് വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ പല ആളുകളും തയ്യാറാകുന്നില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ഏതായാലും പലയിടങ്ങളിലും ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത നിലയാണ് പാലായെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവർക്ക് വീടിന് മുറ്റത്ത് പോലും ഇറങ്ങി നിൽക്കാൻ കഴിയാത്ത സാഹചര്യം. കാരണം അവർ പുറത്തേക്ക് ഇറങ്ങിയാൽ കഴുത്തറ്റം വെള്ളത്തിലേക്കാണ് ഇറങ്ങേണ്ടി വരുന്നത് എന്നതുകൂടിയാണ്. അങ്ങനെ വലിയ ഒരു പ്രളയ സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ പാലയിൽ ഉള്ളത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ കൃഷിത്തോട്ടമെല്ലാം നമുക്ക് കാണുമ്പോൾ വലിയ സങ്കടം തോന്നുന്ന കാഴ്ചയാണ്. ഇതിൽ കൃഷിത്തോട്ടങ്ങളിലെല്ലാം വെള്ളം ഇങ്ങനെ മുങ്ങി നിൽക്കുന്നു. പല ഇടങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഉൾപ്പെടെ ഈ തോട്ടങ്ങളിലേക്ക് എത്തുന്നു. നേരത്തെ നമ്മൾ ആകാശ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പാലാ നഗരം ആകെ മുങ്ങി നിൽക്കുന്നു. കടകളിലെല്ലാം വെള്ളം കയറുന്നു. അങ്ങനെ വലിയ നാശനഷ്ടം ഉൾപ്പെടെ സംഭവിക്കുന്ന നിലയിലാണ് ഇവിടെ കാര്യങ്ങൾ പോയിരിക്കുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, രാവിലെ നമ്മളിവിടെ എത്തുമ്പോൾ ഇവിടെ വലിയ മഴയുണ്ടായിരുന്നില്ല. വെള്ളം വളരെ പെട്ടെന്ന് കയറി വരുന്നു. മിനിറ്റുകൾ വെച്ച് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം ഇങ്ങനെ കയറി വരുന്നുണ്ടെങ്കിലും ഇവിടെ മഴ പെയ്തിരുന്നില്ല എന്നതാണ്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ
മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒരു 1:45 ശേഷം ഇവിടെ കാര്യമായ നിലയിൽ മഴ തോർന്നിട്ടില്ല എന്നതാണ്. മഴ ഇപ്പോഴും പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ എന്താകും സാഹചര്യം എന്നത് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. കാരണം 2018 പ്രളയ സമയത്തുണ്ടായതിനേക്കാൾ കൂടുതൽ വെള്ളമാണ് രാവിലെ ഈ മഴയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും പാലാ നഗരത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മഴ കൂടി പെയ്യുമ്പോൾ എന്താകും സാഹചര്യം? ഈരാറ്റുപേട്ടയിൽ നിന്നെല്ലാം ഒഴുകി വരുന്ന വെള്ളം കൂടി പാലാ നഗരത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ വലിയ നിലയിൽ ജലനിരപ്പ് ഉയരാനാണ് സാധ്യത എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ പുഴയിൽ ഒരു സ്കെയിൽ സ്ഥാപിച്ചിരുന്നു. അവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായി ഒരു സ്കെയിൽ സ്ഥാപിച്ചിരുന്നു വെള്ളത്തിന്റെ ജലനിരപ്പ് അളക്കുന്നതിന് വേണ്ടി. അതിൽ രാവിലെ തന്നെ 22 അടി അളവ് രേഖപ്പെടുത്തിയതാണ്. 23.5 അടിയായിരുന്നു 2018 മഹാപ്രളയ കാലത്ത് ആ പുഴയിൽ വെള്ളം കയറിയിരുന്നത്. പക്ഷേ ഇപ്പോൾ സമാനമായ നിലയിൽ വെള്ളം എത്തിയിരിക്കുന്നു എന്നതുകൂടിയാണ്. അപ്പോൾ മഴ കൂടി ഇതുപോലെ വൈകുന്നേരമാകുന്നതോടുകൂടി ഇപ്പോൾ മഴ ആരംഭിച്ചിട്ടുണ്ട്. മഴ കൂടി തുടർന്നു കഴിഞ്ഞാൽ എന്താകും സാഹചര്യം എന്ന ആശങ്കയും ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈരാറ്റുപേട്ടയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കൂടി ഇവിടെ എത്തുമ്പോൾ അവിടെ വെള്ളം ഇറങ്ങുമ്പോൾ ഇവിടെ വെള്ളം കയറും. അതാണ് സാധാരണഗതിയിലുള്ള സാഹചര്യം. അപ്പോൾ ഈരാറ്റുപേട്ടയിൽ കാര്യമായി വെള്ളം ഇറങ്ങാതെ തന്നെ ഇവിടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം നേരത്തെ രാവിലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവിടെ വീണ്ടും വെള്ളം കയറും. അപ്പോൾ മഴ കൂടി ഉണ്ടാകുമ്പോൾ അതിന് ഒരു ആഘാതം എത്രയായിരിക്കും ആ ആഘാതം എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ നാട്ടുകാർക്കും ആശങ്കയുണ്ട്. ആ നിലയിൽ തന്നെയാണ് ഇവിടെ സാഹചര്യങ്ങൾ ഉള്ളത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മഴ ശക്തമായി ഇപ്പോൾ മഴ പെയ്യുകയുമാണ് പാലായിൽ. വിനിത, ശരി, പാലായിൽ അതീവ ഗുരുതര സാഹചര്യമാണ്. വെള്ളത്തിലായിരിക്കും. നമ്മൾ കണ്ടു, ഒരു വാഴത്തോട്ടമാണ് ഈ വെള്ളത്തിലാകെ മുങ്ങിക്കിടക്കുന്നത്. പലരും വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയുണ്ട്. 2ാം നിലയിലൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാം. വെള്ളം താഴ്ന്നു പോകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. വീണ്ടും വെള്ളം പൊങ്ങുകയാണെങ്കിൽ ഇവരെ കൂടി മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടുണ്ട്. റാംഷാ CP ആണ് സ്ഥലത്ത് നിന്ന് തത്സമയം വിവരങ്ങൾ പങ്കുവച്ചത്.